ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് എൻ്റെ ഗ്രാമപഞ്ചായത്തിൽ കേരളോത്സവം നടക്കുകയാണ്. അപ്പോൾ ആർട്സും സ്പോർട്സും ഇന്ന് തന്നെയാണ് നടത്തുന്നത്. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ 2 ദിവസമായിട്ടാണ് നടത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാനും കുറേ പ്രോഗ്രാമിനൊക്കെ പങ്കെടുക്കുന്നുണ്ട്. എൻ്റെ പാർട്ടിസിപ്പേഷൻസൊക്കെ ഉണ്ട്. ഞാനങ്ങനെ നേരത്തെ വീട്ടിൽ നിന്ന് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങി. ചേട്ടൻ കുറച്ച് കഴിഞ്ഞിട്ടാണ് വരുന്നത്. അപ്പോൾ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എത്രയും വേഗം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസോ കാര്യങ്ങളുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ കമൻറ്റായിട്ട് അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ വേഗം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇതാണ് ഗൈസ് എൻ്റെ ഇന്നത്തെ ഔട്ട്ഫിറ്റ് എന്ന് പറയുന്നത്. സ്പോർട്സിന് പങ്കെടുക്കാൻ വേണ്ടിയിട്ട് സ്പോർട്സ് ഡ്രസ്സൊന്നും എനിക്ക് ഇടാൻ പറ്റിയിട്ടില്ല. അങ്ങനെ രാവിലെ ഞാൻ ഗ്രൗണ്ടിൽ വന്നു. അത്യാവശ്യം 7-8 മണി തൊട്ട് അവിടെ പ്രോഗ്രാമൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് ഡിസ്കസ്, ജാവലിൻ, ഷോട്ട് പുട്ട് ഒക്കെയാണ് ഞാൻ എപ്പോഴും എൻ്റെ മെയിനായിട്ടുള്ള പാർട്ടിസിപ്പേഷൻ കോമ്പറ്റീഷൻ ഐറ്റംസ് എന്ന് പറയുന്നത്. അങ്ങനെ ഷോട്ട് പുട്ട് ഫസ്റ്റ് എറിഞ്ഞു. അപ്പോൾ അതിന് എനിക്ക് 7.54 സെൻറ്റിമീറ്റർ ആയിരുന്നു എൻ്റെ ലെങ്ത് എന്ന് പറയുന്നത്. അങ്ങനെ എനിക്ക് ഫസ്റ്റ് ഉണ്ടായിരുന്നു. സെക്കൻഡ് എന്ന് പറയുന്നത് അശ്വതി എന്ന് പറഞ്ഞ ചേച്ചിക്കായിരുന്നു. പിന്നെ ഡിസ്കസ് ത്രോ ഉണ്ടായിരുന്നു, അതിന് എനിക്ക് ഫസ്റ്റാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ജാവലിൻ ത്രോ ഉണ്ടായിരുന്നു, ജാവലിൻ ഫസ്റ്റ് ആയിരുന്നു. പിന്നെ ഞങ്ങളുടെ കൂട്ടത്തുള്ള ഒരുപാട് പേരുണ്ടായിരുന്നു. ഒരു ഓട്ടത്തിനൊക്കെ ഉണ്ടായിരുന്നു. പണ്ട് ഞാൻ ഓടാനൊക്കെ പോയിട്ടുണ്ട്. ഇപ്പം പറ്റൂല ഗൈസ്. ഇപ്പം മണ്ണൊക്കെ വെച്ച് പണ്ടത്തെ പോലത്തുള്ള സ്റ്റാമിനയൊന്നും ഇല്ല ഗൈസ് ഓടാനായിട്ട്. പക്ഷേ എത്രയും പൂർവാധിക ശക്തിയോടെ തിരിച്ചു വരണമെന്നാണ് എൻ്റെ ആഗ്രഹം. അങ്ങനെ നമ്മൾ സ്പോർട്സിനൊക്കെ പങ്കെടുത്ത് നല്ല ക്ഷീണിച്ചു. അങ്ങനെ ഞാനും കൂടെ ഉണ്ടായിരുന്ന എല്ലാവരും കൂടി ഇവിടെ ഒരു കടയുണ്ട്, നമ്മുടെ ആശ ചേച്ചീൻ്റെ കടയാണ്. സ്പോർട്സ് നടത്തിയിട്ടുണ്ടായിരുന്നത് മുല്ലശ്ശേരി സ്കൂൾ ഗ്രൗണ്ടിൽ വെച്ചിട്ടായിരുന്നു സ്പോർട്സ്. ഇവിടെ കുടുംബശ്രീയുടെ ഒരു കടയാണ്, അവിടെയാണ് ആശ ചേച്ചി ഉള്ളത്. ഞങ്ങളെല്ലാവരും കൂടി ഫ്രൂട്ടിയും അതൊക്കെ വാങ്ങിച്ച് കുടിച്ചു. പിന്നെ ഏകദേശം വൈകുന്നേരം വരെ ഇവിടെ സ്പോർട്സ് ഉണ്ട്. ആർട്സ് ഉള്ളതുകൊണ്ട് നമുക്കിനി അങ്ങോട്ടും പോകേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളുടെ ഐറ്റംസൊക്കെ നേരത്തെ തീർത്തിട്ട് ഞങ്ങളെ അങ്ങോട്ടേക്ക് വിടാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഏകദേശം ഞങ്ങളുടെ പരിപാടിയൊക്കെ കഴിഞ്ഞു. ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന കുട്ടികളുടെ ഓട്ടവും ലോങ് ജമ്പ് അങ്ങനെയുള്ളതെല്ലാം കഴിഞ്ഞു. നേരെ ഞങ്ങൾ പിന്നെ കലാപരിപാടികൾ നടത്താൻ വേണ്ടിയിട്ട് കരകുളം UP സ്കൂളിലേക്ക് നമ്മൾ പോയി. അപ്പോഴേക്കും ഉച്ചയായിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാനും ചേട്ടനും കൂടി നേരെ നമ്മുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഹോട്ടലുണ്ട്, രുചിയിടം. അവിടെ പോയി നല്ല സൂപ്പർ ബിരിയാണി കഴിച്ചു. നേരെ തിരിച്ചു വന്നു. ഞാൻ സുഭദ്രയും സംസാരിച്ചോണ്ടിരിക്കുമ്പോ അതിന്റെ മോള് വെക്കൊന്നൊക്കെ പോണ കണ്ടു. അത് പിന്നെ എന്റെ ഫാത്തിമാത്ത, അവൾക്ക് സ്കൂളിൽ നിന്ന് പാട്ട് മത്സരത്തിന് ഫസ്റ്റ് കിട്ടി. അതിന്റെ സന്തോഷത്തിൽ ഇങ്ങ് വന്നതാ. ഓ, എന്നിട്ട് എവിടെയാ സുന്ദരിക്കുട്ടി? ഓള് കുളിക്കുക. ഇന്ന് ഏട്ടൻ നേരത്തെ ലോഡേജിൽ പോയി. നാളെ രാവിലെ ഇനി വരുള്ളൂ. നമ്മളെ ഇവിടെ മൊത്തം വെള്ളം കയറിയിരിക്കണല്ലോ. ഫാത്തിമാത്ത, ഫാത്തിമാത്ത, അയ്യോ ഫാത്തിമാത്തിന്റെ വീട് മാറില്ല. എന്തോ നമ്മളൊക്കെ ചെയ്യാം. മോളെ, മോളെ, എണീക്ക് മോളെ, മോളെ. അയ്യോ, 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 ആരെങ്കിലും ഓടി വായോ, ആരെങ്കിലും ഓടി വായോ.
ഒന്നാം സ്ഥാനം ചെസ് നമ്പർ 4 സൗമ്യ SS. മലയാളം ചെറുകഥ രചന. ഒന്നാം സ്ഥാനം ചെസ് നമ്പർ 4 സൗമ്യ SS. രണ്ടാം സ്ഥാനം ചെസ് നമ്പർ 39 അശ്വതി US. മൂന്നാം സ്ഥാനം ചെസ് നമ്പർ 7 അനില വിജയൻ. അടുത്തത് മലയാളം കവിതാ രചനയാണ്. കവിതാ രചന മലയാളം. ഒന്നാം സ്ഥാനം ചെസ് നമ്പർ 39 അശ്വതി US. രണ്ടാം സ്ഥാനം ചെസ് നമ്പർ 7 അനില വിജയൻ. മൂന്നാം സ്ഥാനം ചെസ് നമ്പർ 4 സൗമ്യ SS. മോണോ ആക്ട് മത്സരം. ഒന്നാം സ്ഥാനം ചെസ് നമ്പർ 4 സൗമ്യ. രണ്ടാം സ്ഥാനം ചെസ് നമ്പർ 13 രേവതി. മൂന്നാം സ്ഥാനം ചെസ് നമ്പർ 3 ഷാമമോൾ. മാപ്പിളപ്പാട്ട് മത്സരം. ഒന്നാം സ്ഥാനം ചെസ് നമ്പർ 23 ഷജിന KS. രണ്ടാം സ്ഥാനം ചെസ് നമ്പർ 25 സമീറ. മൂന്നാം സ്ഥാനം ചെസ് നമ്പർ 3 ഷാമമോൾ. ഇനി അടുത്തത് നമ്മുടെ മൈമാണ്. അങ്ങനെ മൈമിന് വേണ്ടിയിട്ട് നമ്മൾ മേക്കപ്പ് ഒക്കെ ഇടാൻ തുടങ്ങി. ഡ്രസ്സൊക്കെ ചെയ്തു, സെറ്റായി.
അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗൈസ്. അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ.